അപ്പോൾ ദേ ഈ പറമ്പിലെ തോട്ടപ്പയറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് തോട്ടപ്പയർ ഉണങ്ങി നിൽക്കുവാണേ. കുറച്ച് പച്ചക്കറികളുണ്ട്. ഇവിടെ എല്ലാം തോട്ടപ്പയർ നമുക്ക് കാണാവേ. അപ്പോൾ നമുക്കിത് പറിക്കാനുള്ള പരിപാടികളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കുരുവൊക്കെ മാറ്റിയതിന് ശേഷമുള്ള വേസ്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് കത്തിച്ച് കളയുകയൊക്കെ ചെയ്യാം. കണ്ടോ, നല്ല ഉണങ്ങി വരണ്ടിരിക്കുകയാണ് ഇത്. ഹായ്, ടിജോയാണേ. നമ്മളിന്ന് തോട്ടപ്പയർ വറുക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാടുള്ള സംഭവമാണ് ഈ തോട്ടപ്പയർ. അപ്പം കിലോയ്ക്ക് ഏകദേശം 1000 രൂപയുടെ മേലുള്ള ഈ തോട്ടപ്പയർ പറിക്കുന്നതിൻ്റെ കാഴ്ചകൾ, അതുപോലെ നമ്മൾ ഉണക്കാടുന്നതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ തോട്ടപ്പയർ പറിക്കാൻ വന്നപ്പോഴേക്കും കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ച കേട്ടോ. ഇതാണ് നമ്മുടെ സുച്ചിയാട്, ഇത് നമ്മുടെ നാടുകാലി പൗലിയൻ, നമ്മുടെ പൊട്ടമ്പടി മല, ഈ കാണുന്നത് ആശ്രമം റോഡാണ്. അപ്പോൾ ഈ പറമ്പിലെ തോട്ടപ്പയറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് തോട്ടപ്പയർ ഉണങ്ങി നിൽക്കുവാണേ. കുറച്ച് പച്ചക്കറികളുണ്ട്. ഇവിടെ എല്ലാം തോട്ടപ്പയർ നമുക്ക് കാണാവേ. അപ്പോൾ നമുക്കിത് പറിക്കാനുള്ള പരിപാടികളിലേക്ക് പോകാം. നമ്മളൊരു ചാക്ക് നമ്മുടെ അരയിൽ കിട്ടും കേട്ടോ, പറിക്കാൻ എളുപ്പത്തിന്. നമ്മുടെ നാട്ടിൽ റബ്ബറിന് ഇടവിളയായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ തോട്ടപ്പയർ. ഇത് നമ്മുടെ മണ്ണിന് നൈട്രേറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി കാരണമാകുന്ന സാധനമാണ്. അതുപോലെ ഈ മണ്ണിലെ ജലാംശമൊക്കെ നിലനിൽക്കാനും മണ്ണൊലിപ്പ് തടയാനൊക്കെ ആയിട്ടാണ് ഈ തോട്ടപ്പയർ ഇങ്ങനെ നമ്മൾ നട്ടു വെക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ പൊതുവിപണിയിൽ ഏകദേശം 1000 രൂപയുടെ മേലുള്ള ഈ തോട്ടപ്പയറിന് വിലയുണ്ട്. അപ്പോൾ നമുക്കിത് പറിച്ചാലോ? ഇത് ഈസിയായിട്ട് നമുക്ക് പറിക്കാവുന്ന കാര്യമുള്ളൂ. അത്യാവശ്യം കറുത്ത നിറത്തിൽ നമുക്ക് കാണാൻ കേട്ടോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോഴേക്കും ഇതേ വേണ്ടോ ഇങ്ങ് കിട്ടും. അത് നമ്മൾ നേരെ ഈ കൂട്ടിനകത്തേക്ക് ഇങ്ങ് ഇടുവാണ്. ഇവിടെ എല്ലാം നമുക്ക് തോട്ടപ്പയർ നിൽക്കുന്നത് കാണാതെ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു പറിക്കും. ചിലതൊക്കെ ഇങ്ങനെ ഏതാണ്ട് ഉണങ്ങി നിൽപ്പുണ്ട്. അതിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഇതുണ്ടോ പൊട്ടി തെറിക്കും ഉണ്ടോ. നേരത്തെ നമ്മൾ ഇങ്ങനെ ഇടുവാണ്. ഇതെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽപ്പുണ്ടേ. ഇതിങ്ങനെ നമ്മൾ ഓരോ ഇങ്ങനെ എടുത്ത് മുറിച്ച് പറിച്ച് നമ്മളിത് ഇങ്ങനത്തേക്ക് ഇടുവാണ്, കൂട്ടിനകത്തേക്ക്. ഇത് ഉണങ്ങാത്തവ നമ്മൾ കൊണ്ടുപോയി ഉണങ്ങാനിടണേ. ഒരുപാട് നമുക്ക് പറിക്കാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൈഡ് വരുമാനം കിട്ടുന്നൊരു സംഭവമാണ് ഈ തോട്ടപ്പയറെ. അപ്പോൾ അതേ നമ്മൾ പറിച്ച തോട്ടപ്പയർ നമ്മളിത് ഈ ചാക്കിനകത്തേക്ക് ഇടുവാണ്. എന്തൊരു ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറിച്ച തോട്ടപ്പയർ കേട്ടോ. ഇത് പച്ചയായിട്ടുള്ളതുണ്ട്. ഇത് വെയിൽ കൊണ്ട് ഉണങ്ങിയ തോട്ടപ്പയറുണ്ടേ. നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ അപ്പോൾ പൊട്ടിത്തെറിക്കും, ആ രീതിയിലുള്ളതാണ്. ഇത് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ ഇത് ചെറിയ അരിയാണ്. ഞാൻ അരി കാണിച്ചു തരാം. ഇതുണ്ടോ, കടുകുമണിയോടെ ഏതാണ്ട് വലിപ്പമുള്ള അരിയാണ്. ഈ അരിയാണ് 1 കിലോ തൂക്കം വരുമ്പോൾ നമുക്കൊരു 1000-1100 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ചേറാടിയിലും അതുപോലെ ആശ്രമത്തൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം കൂടുതലായിട്ടും പോക്കറ്റ് പണിക്കൊക്കെ വേണ്ടി കാശുണ്ടാക്കുന്നത് ഇപ്പോൾ ഈ തോട്ടപ്പയറൊക്കെ പറിച്ച് ഉണക്കി വിറ്റിട്ടാട്ടോ. അപ്പം നമുക്ക് ഈ തോട്ടപ്പയർ കൊണ്ട് ഉണക്കാൻ പോയാലോ? ഉണങ്ങി നമുക്ക് ചെറിയ കടുകുമണി പോലെയുള്ള ഈ സംഭവങ്ങൾ കൂട്ടിനകത്താക്കിയിട്ട് വേണം കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ അതേ നമ്മുടെ ചാക്കിനകത്തുള്ള നമ്മുടെ തോട്ടപ്പയർ നമ്മൾ കൊണ്ട് ഉണക്കാനിടാൻ പോവാം കേട്ടോ. അപ്പോൾ പോയേക്കാം. അപ്പോൾ അതേ നമ്മൾ തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന പയർ ഉണക്കാനുണ്ടാക്കുവാണേ. ഇത് കണ്ടോ, ഇത് ഉണങ്ങി വരുന്ന കാഴ്ചയാണ് കേൾക്കുന്നത്. ഒന്ന് ചെവി ഓർപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഇത് പൊട്ടുന്നതിൻ്റെ ഒച്ച കേൾക്കാം കേട്ടോ. ഉണ്ടോ,
പൊട്ടുന്നതിൻ്റെ ഒച്ച കേൾക്കാവേ. അതുപോലെ ഇത് കണ്ടോ, ഇതാണ് ഇതിനകത്ത് ഉണങ്ങി വന്ന കുരു കേട്ടോ. നമ്മൾ എന്നിട്ട് ഇത് നമ്മൾ പേറ്റി വേണം ഇത് നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ്, ഈ ഉണങ്ങിയ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ കാ മാത്രം കൊണ്ടുപോയി കൊടുക്കാനുള്ളത്. 1 കിലോയ്ക്ക് 1000 മുതൽ 1200 അടുത്ത് വരെ റേറ്റ് ഉണ്ട്. അതുപോലെ നമ്മളിത് ഉണക്കാൻ ഒരിക്കലും തുറന്നിടരുത്. നമ്മൾ ഒരു മുണ്ട് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാരി കൊണ്ടൊക്കെ നമ്മൾ മൂടിയിടണം, അല്ലെങ്കിൽ ഈ സാധനം പൊട്ടിത്തെറിച്ച് പോകും. അപ്പം നമുക്ക് അത് ഉപയോഗിക്കാത്ത രീതിയിലായി പോകും. അപ്പം ഇങ്ങനെ വേണം നമ്മൾ അത് ഉണക്കാനിടാനായിട്ട്. നമ്മൾ ഇത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് പേറ്റിയെടുത്തതിന് ശേഷമുള്ള കാഴ്ചയായിട്ട് കാണുന്നത്. അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു കൂട്ടിനകത്താക്കിയിട്ട് അടുത്തുള്ള മലഞ്ചരക്കടയിൽ കൊണ്ട് കൊടുക്കുകയും 1000 മുതൽ 1200 രൂപ വരെ നമുക്ക് കിട്ടുവേ. അപ്പോൾ നമുക്ക് കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുരുവൊക്കെ മാറ്റിയതിന് ശേഷമുള്ള വേസ്റ്റാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമുക്ക് കത്തിച്ച് കളയുകയൊക്കെ ചെയ്യാം. കണ്ടോ, നല്ല ഉണങ്ങി വരണ്ടിരിക്കുകയാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ പറമ്പിൽ പോയി തോട്ടപ്പയറൊക്കെ പറിച്ച് ഉണക്കാനായിട്ട് എൻ്റെ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടില്ലേ. നമുക്ക് ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗം, റബ്ബറൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് നമ്മുടെ ഈ തോട്ടപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ.